ഒന്ന് ക്ഷമിക്ക്, ഈ ഇറങ്ങ ഞാനേ ഒരു 10-11 മണി ആവട്ടെ. ഈ രാവിലെ തന്നെ 7 മണിക്ക് ഈനോട് ഇവിടുന്ന് ഇറങ്ങുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ടോക്ക് ഞാൻ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നതൊക്കെ കാര്യം ശരിയാണ്. ഈ എന്നെ നോക്കണട്ടാ. ഇങ്ങോട്ട് നോക്ക്, ഇവിടുത്തെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ചതിക്കൂലെന്നുള്ളത് ഉറപ്പ് തന്നെയല്ലേ? ഈ ഒന്ന് ക്ഷമിക്ക് വേന, ഞാൻ വരുമല്ലോ, വരാതിരിക്കൂലല്ലോ. എന്നോട് ഇന്നലെ രാത്രി ഞാൻ ഫോൺ വെക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ വരുന്നല്ലേ, ഒരു 10-11 മണി ആകുമ്പോഴത്തേന് ഞാൻ സ്റ്റാൻഡിലെത്തും, അവിടെ ഈ വന്നാൽ മതി എന്ന് ഞാൻ എന്നോട് പറഞ്ഞതിൽ. ഈ പറഞ്ഞ മാതിരി എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റൂല. ഇക്ക് ഉമ്മ ഉണ്ട് ഇവിടെ, ഇമ്മാനോട് എന്തെങ്കിലും പറയണ്ടേ? ഇക്ക രാവിലെ വിളിക്കുമ്പോൾ ഇക്കാനോട് എന്തെങ്കിലും പറയണം. ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ടിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ അത് മനസ്സിലാക്ക്. പിന്നെ എൻ്റെ ഇക്കാൻ്റെ അടുത്ത് കിട്ടാത്ത സ്നേഹം എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിലാട്ടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരണേ. എന്നെ ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടാ. അതെനിക്കറിയാം ഈ എന്നെ ചതിക്കൂലെന്ന്. എന്നാലും ഞാൻ ഉറപ്പിന് എന്നോട് പറയാണ്, എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങണത്. എൻ്റെ കുട്ടിനെയും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ബാങ്കിൻ്റെ ATM അക്കൗണ്ട് ബുക്കും ഇയാൾ കെട്ടിയ മഹർ മാത്രം ഞാൻ ഇവിടെ ഊരി വെച്ചിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ സ്വർണ്ണങ്ങളും ഇട്ടിട്ട് ഞാൻ വരും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് വിളിക്കാം. ഓക്കെ. ഈ പെൺകുട്ടിനെ രാവിലെ ഒന്ന് അടുക്കളയ്ക്ക് കണ്ടിട്ടില്ലല്ലോ. നമ്മളിവിടെ പോയി കിടക്കുക. ചെക്കനക്ക് സ്കൂളിൽ പോവാണ്ടല്ലോ. ഇത് രാവിലെ ചായയും കടിയൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് മോളെ ഈ വൈക്ക് കാണാനില്ലേ. ചോറ് വരെ ആയി. ഓർക്കെ പോയോ? അതായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുക്കള ഭാഗത്തൊക്കൊന്നും വല്ലാതെ കാണൂല. എല്ലാത്തിനും എൻ്റെ കയ്യെത്തണം. അല്ലാണ്ട് കാര്യമില്ല. മക്കളെ ഭാവി നോലോചിച്ചിട്ടൊന്നും ഉണ്ടാതിരിക്കാൻ. ബിൽമോനെ, ഹലോ, എന്താണാവോ ഞാൻ ബിൽമോനേന്ന് വിളിച്ചപ്പോത്തിന് എന്തോ ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ. എന്താണാവോ? ഉമ്മമാന്റെ കുട്ടിക്ക് എന്തോ ഒരു ഷോപ്പിംഗ് നടത്താണ്ടല്ലോ. അതിനാണല്ലോ ഇപ്പൊ ഈ കൊഞ്ച് വന്ന് കെട്ടിപ്പിടിച്ചല്.